എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറാകും. പൂഞ്ഞാർ രാജ്യം ജന്മം നൽകിയ നിരവധി ഇതിഹാസ പുരുഷന്മാരുണ്ട്. അതിൽ ഒരാളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിപ്പം കൊണ്ടും കായബലം കൊണ്ടും അഭ്യാസമുറകൾ കൊണ്ടും അദ്വിതീയനായിരുന്ന മന്നത്ത് മല്ലനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. മന്നത്ത് മല്ലൻ എന്ന് പറയുന്നത് കുളപ്പുറത്ത് ഭീമനേക്കാൾ വലിപ്പത്തിൽ അല്പം കുറവെങ്കിലും അഭ്യാസമുറകളിൽ മുന്നിട്ട് നിന്ന ആളാണ്. ഇദ്ദേഹം ജനിച്ചത് മന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മന്നമെന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിനും ചോലത്തടത്തിനും ഇടയ്ക്ക് പാതാമ്പുഴയ്ക്ക് അടുത്താണ് ഈ പ്രദേശം. ഒരു കാലത്ത് ഇത് വളരെ സമ്പന്നമായൊരു പ്രദേശമായിരുന്നു. പൂഞ്ഞാർ രാജാവ് വാനമക്രമൻ 1160 രാജ്യം സ്ഥാപിക്കാൻ ഇവിടെ എത്തുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട 3 ജന്മി കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് മന്നം പണിക്കർ, കുന്നോം പണിക്കർ, പഴൂർ പണിക്കർ, ഇങ്ങനെ 3 പേരായിരുന്നു. അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭൂവിസ്തൃതി കൊണ്ടും അവർ അദ്വിതീയരായിരുന്നു. അങ്ങനെയുള്ള ഈ പ്രസിദ്ധമായ തറവാട്ടിലാണ് മന്നത്ത് മല്ലൻ അഥവാ മന്നത്ത് പണിക്കർ ജനിച്ചത്. അത് ഏകദേശം 15-ാം നൂറ്റാണ്ടിലാണ്. ഇവർ കുളപ്പുറത്ത് ഭീമനും മന്നത്ത് മല്ലനും സമകാലീനരായിരുന്നു. അപ്പോൾ അദ്ദേഹം ജനിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് 25 കിലോ അരിയുടെ ചോറും അതിന് അത്രയും തന്നെ പുഴുക്കും, അത്രയും പുഴുക്കുന്ന ചക്കയോ കപ്പയോ എന്തെങ്കിലുമൊക്കെ ചേർത്തുള്ളൂ, അത്രയും കറിയും ആവശ്യമായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണക്രമം. 2 പ്രാവശ്യം കഴിക്കും, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭക്ഷണം തീറ്റിപ്പോറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ ദുഷ്കരമായിരുന്നു. അസാധാരണ ബലവാനുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിഹാരരംഗമെന്ന് പറയുന്നത് ഇന്നത്തെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തും പൂഞ്ഞാർ പഞ്ചായത്തും ഈരാറ്റുപേട്ടയും തിടനാടിൻ്റെ കുറേ ഭാഗവുമായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നതിന് പല തെളിവുകളും ബാക്കി നിൽപ്പുണ്ട്. ചോലത്തടം എന്ന് പറയുന്നത് രാശിവെട്ട് കളിക്കാൻ അദ്ദേഹം നികത്തിയെടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കല്ല് കൂട്ടിയിട്ടിരുന്ന സ്ഥലമുണ്ട്, അത് കല്ലുമുണ്ടയായി. കല്ലെറിഞ്ഞ സ്ഥലം കല്ലെറിഞ്ഞാൻ കരയായി. അങ്ങനെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പല സംഭവങ്ങളുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കരുത്തിനെപ്പറ്റി കുളപ്പുറത്ത് ഭീമൻ അറിയാനിടയായി. തീർച്ചയായിട്ടും ഒരു കാട്ടിൽ 2 സിംഹങ്ങൾ വാഴുക എന്നുള്ളത് ദുഷ്കരമാണല്ലോ. അതുകൊണ്ട് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കുളപ്പുറത്ത് ഭീമൻ മന്നത്തെത്തി. അപ്പോൾ കുളപ്പുറത്ത് ഭീമൻ ഇദ്ദേഹത്തെക്കാൾ വലിപ്പത്തിൽ മുമ്പിലായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം മാത്രമല്ല മുറ്റത്ത് പോയി വെല്ലുവിളിച്ചു ഇറങ്ങി വരാനും പറഞ്ഞു, നമ്മളിൽ ആരാ കരുത്തണമെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ അമ്മ പറഞ്ഞു ഇവനോട് നേരിട്ട് മുട്ടാൻ പോകുന്ന അത്ര നല്ലതല്ല. അതുകൊണ്ടൊരു അമ്മയൊരു ബുദ്ധി പ്രയോഗിച്ചു. അമ്മയൊരു വലിയ തൊട്ടി കെട്ടി അതിൽ മല്ലനെ കിടത്തി, എന്നിട്ട് പുതപ്പ് മൂടിക്കിടത്തി. എന്നിട്ട് അമ്മ ഇറങ്ങുമെന്ന് പറഞ്ഞ് മല്ലൻ ഇവിടെ ഇല്ല. പിന്നെ അത് ആ മല്ലൻ്റെ മകനാണ് ഈ തൊട്ടിയിൽ കിടക്കുന്നത്. അപ്പോൾ മല്ലൻ്റെ മകൻ കൊച്ചു തൊട്ടി കിടക്കുന്നതിന് ഇത്രയും വലിപ്പമുണ്ട്, മല്ലൻ അത്ര ഭയങ്കരനായിരിക്കുമെന്ന് ഓർത്ത് ഭീമൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇവരൊക്കെ ഈ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ രാജകൊട്ടാരത്തിൽ നിന്നായിരുന്നു, പൂഞ്ഞാർ രാജകുടുംബത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചൊരു പരിചിതരായി, അടുത്ത സുഹൃത്തുക്കളുമായി മാറി. അപ്പോൾ ഇവർ 2 പേരും രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അതിന് കാരണമുണ്ട്. പഴയ കാലത്ത് ശക്തന്മാരും കവികരും കലാകാരന്മാരും ഒക്കെ ജീവിച്ചു പോകുന്നത് കൊട്ടാരങ്ങളിലാണ്. അങ്ങനെ അവിടെ ജീവിച്ച് കൊട്ടാരത്തിലെ പണി നടത്തുക, അവിടെ കയ്യാലകൾ കെട്ടുക, അതൊക്കെ ഇന്നും കാണാനുണ്ട്. ഇവർ പണിത് ചിലതെല്ലാം പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഭയങ്കരമായ ശക്തനായിരുന്നു ഇവർ 2 പേരും, ഒന്നിനൊന്നിനും മികച്ചു നിന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിലും കൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരത്തിലും ചില തമ്പുരാക്കന്മാർക്കും മറ്റ് ചില ജോലിക്കാർക്കും അസൂയുണ്ടായി. അതുകൊണ്ട് ഇദ്ദേഹത്തെ ചതിവിൽപ്പെടുത്താൻ തീരുമാനിച്ചു. കിണറിൻ്റെ അടിയിൽ ഒരു പാറക്കെട്ടിലൊരു പാതാളക്കരണ്ടി ബന്ധിച്ചു. എന്നിട്ട് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ കൈ കഴുകാൻ വെള്ളമില്ല, കോരിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ വലത് കൈ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, വലത് കൊണ്ടല്ലേ ചോറുണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഇത് വലിച്ചു പൊക്കിയപ്പോൾ പാറ പൊട്ടി. പക്ഷേ അതോടൊപ്പം ഇതിൻ്റെ ഹൃദയം പൊട്ടി. അതുകൊണ്ട് ആകെ തകർന്നു പോയി. ഇദ്ദേഹം പതുക്കെ നടന്നുപോയി മന്നത്തിൽ പോവുകയായത്. പോയ വഴിക്ക് എവിടെ ഒരു സ്ഥലമുണ്ട്, വളതൂക്കെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പൂഞ്ഞാറിനും പാതാമ്പുഴയ്ക്കും ഇടയ്ക്ക്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇരുന്നു പോയി. അവിടെ അദ്ദേഹം ഒരു കമ്പ് നാട്ടി അതിൽ രാജാവ് പണ്ട് നൽകിയിരുന്ന പട്ടും വളയും തൂക്കിയിട്ടു. അതാണ് വളതൂക്കായതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം വീട്ടിൽ ചെന്ന് ഏറെ താമസിക്കാതെ മരണമടയുകയും ചെയ്തു. അപ്പോൾ ഇതിന് മറ്റൊരു കാര്യം കൂടെ, ഈ മന്നത്ത് കുളപ്പുറത്ത് ഭീമനെ പോലെ തന്നെ ഇദ്ദേഹത്തിനും ഭക്ഷണം പാകം ചെയ്ത് കഴിയുമ്പോഴേ ഉടനെ കെട്ടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അമ്മ അതിനൊരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. ഭക്ഷണം കഴിച്ച് വരുന്നതിന് മുമ്പ് ഈ ഭക്ഷ്യസാധനങ്ങൾ അരിയോ ഗോതമ്പോ പാഴാക്കുന്നത് ഒരിക്കലും ഈ ഭീമനും മല്ലനും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് പ്രയോഗിച്ച തന്ത്രം ഇതാണ്:
ഭക്ഷണം പാകമാകാൻ താമസമുണ്ടെങ്കിൽ കുളത്തിന് ചുറ്റും കുറച്ച് നെന്മണികളോ അരിമണികളോ വിതറിയിടും. അത് പെറുക്കിയെടുത്ത് വെച്ചിട്ട് അദ്ദേഹം വരുള്ളൂ. ഭക്ഷണ സാധനം നശിപ്പിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. അപ്പോഴേക്കും ഭക്ഷണം പാകമായിരുന്നു. അതായിരുന്നു ഇവരുടെ സമ്പ്രദായം. ഇപ്പോൾ കൊട്ടാരത്തിൽ ഇവരിങ്ങനെ താമസിച്ച് വരികയാണ്. അന്നൊരു മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. പൂഞ്ഞാർ രാജാവിന് പല ശത്രുക്കളുണ്ടായിരുന്നു. തെക്കുംകൂറ്, വടക്കുംകൂറ്, മീനിച്ചിൽ, മറവപ്പട. ഇവർ ഓരോരുത്തരും ഒറ്റയ്ക്കായും കൂട്ടായും പൂഞ്ഞാറിനെ ആക്രമിക്കുക പതിവായിരുന്നു. ഈ പഴയ കാലത്തൊക്കെ യുദ്ധത്തിനൊരു സ്ഥലമുണ്ട്, പടനിലമുണ്ട്. അതായത് പെരുനിലമാണ്, പഴയ പടനിലമാണ് ഇന്നത്തെ പെരുനിലമായത്. ആ പടനിലത്ത് വെച്ചായിരുന്നു ഈ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുക. ഒരിക്കലും ആരും അങ്ങനെ വിജയിച്ചിട്ടില്ല. എങ്കിലും അവസാനം ഇവരെല്ലാവരും കൂടി ഒന്നിച്ച്, തെക്കുംകൂറും വടക്കുംകൂറും മീനിച്ചിലും പറവപ്പടയും കൂടി ഒന്നിച്ച് പൂഞ്ഞാറിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അത് കാലവർഷം ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വന്നത്. ഇവരിവിടെ വന്ന് ആക്രമിച്ചു. അപ്പോൾ അന്നേരം പെരുമ്പറ മുഴക്കിയാണ് വന്നിട്ട് സൈന്യം എത്തുന്നത്. അപ്പോൾ പെരുമ്പറ മുഴക്കിയ സമയത്ത് ആറ് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകുകയാണ്. ഇന്നത്തെ ആറല്ല, അന്ന് ആറിന് ആഴവും കൂടുതലുണ്ട്, അതുപോലെ തന്നെ വീതിയും കൂടുതലുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ ശക്തിയും കൂടുതലായിരുന്നു. ഇങ്ങോട്ട് അവർക്ക് കടന്നു വരാൻ പറ്റില്ല. കാരണം പൂഞ്ഞാരത്തമ്പുരാൻ്റെ സൈന്യം എന്ന് പറയുന്നത് നായർ പടയും പിന്നെ കൃഷിക്കാരുമാണ്. അവരാണ് വന്ന് രാജാവിനെ സംരക്ഷിച്ചിരുന്നത്. ഇവർക്ക് കടക്കാൻ വയ്യ. ഇവരിങ്ങനെ അടിച്ച് ആനപ്പടയൊക്കെ ആയിട്ടാണ് ഇവരെത്തിയത്. വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ കുളപ്പുറത്ത് ഭീമനും മന്നത്ത് മല്ലനും അറിയാനിടയായത്. അവർ രണ്ടുപേരും കൊട്ടാരത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരവിടുന്ന് ഇറങ്ങി വന്നുകയും അവർ കൊന്നത്തെങ്ങും കമുകും പറിച്ചുകൊണ്ടാണ് വന്നെന്നാണ് പറയപ്പെടുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഇരുകര മുറ്റി വെള്ളം ഒഴുകുകയാണ്. അപ്പോൾ അരയാനിക്കടവ് കടന്നാണ് വന്നെന്നാണ് പറയുന്നത്. നമുക്കറിയാം കൊട്ടാരത്തിൻ്റെ അടുത്തുകൂടിയാണ് ഈ ആറൊഴുകുന്നത്. അരയാനിക്കടവ് കടന്നപ്പോൾ ഭീമൻ്റെ അരയ്ക്കൊപ്പവും മല്ലൻ്റെ മുലയ്ക്കൊപ്പവും വെള്ളം ഒഴുകുന്നുണ്ട്. അത്രയും വെള്ളമുണ്ടായിരുന്നു. അവരിവിടെ വന്ന് തലങ്ങും വിലങ്ങും ഈ തെങ്ങും കമുകും ഉപയോഗിച്ച് അടിച്ച് ഇവരെ എല്ലാം തോൽപ്പിക്കുകയും ആനയുടെ വാലയെ ചുരുട്ടി എറിയുകയും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഭയങ്കര യുദ്ധമായിരുന്നു. എല്ലാവരും അമ്പയെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഒരു സത്യം ചെയ്തിട്ട് പൂഞ്ഞാരത്തമ്പുരാനോട് മാപ്പ് ചോദിക്കുകയും അതുകൊണ്ട് പറയുകയും ചെയ്തു, സൂര്യചന്ദ്രാദികൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഇനി പൂഞ്ഞാറിനെ ആക്രമിക്കില്ല എന്നും പറഞ്ഞ് മടങ്ങിപ്പോവുകയാണല്ലേ. അപ്പോൾ അവർ യുദ്ധം ചെയ്തിട്ട് കാരണമുണ്ട്. അവർ പറഞ്ഞ കാരണം ധർമ്മയുദ്ധം എന്നാണ് അവരിതിനെ പറഞ്ഞിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന മാനവിക്രമൻ എന്ന മധുര രാജാവ് ഇവിടെ വന്ന് സാമ്രാജ്യം സ്ഥാപിച്ച് നമ്മുടെ മണ്ണ് സ്വന്തമാക്കുന്നത് നീതിയല്ല, അധർമ്മമാണ്. അതുകൊണ്ട് ഈ അധർമ്മിയെ പുറത്താക്കണമെന്ന് പറഞ്ഞായിരുന്നു അവർ യുദ്ധത്തിൽ വന്നിരുന്നത്. ഏതായാലും ഇതോടുകൂടി പൂഞ്ഞാർ നേരെയുള്ള ആക്രമണം നിന്നു. അന്ന് മറ്റൊന്നുകൂടി സംഭവിച്ചു. പൂഞ്ഞാർ പള്ളിയും ഇവർ ആക്രമിച്ചിരുന്നു ആ വന്നവരെയാണ്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ പൂഞ്ഞാറിൻ്റെ പടനിലമായിരുന്നു പെരുനിലം. അപ്പോൾ അതുകൊണ്ട് ഈ ചില കഥകൾ, നമ്മുടെ അഭിമാനകരമായ ചില മുഹൂർത്തങ്ങൾ പൂഞ്ഞാറിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ പൂഞ്ഞാർ ഇങ്ങനെയുള്ള നിരവധി ഐതിഹ്യങ്ങളോട് സമ്പന്നമാണ്. അതേപ്പറ്റിയുള്ള വേറെ ചില ഐതിഹ്യങ്ങളോടുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ പറയാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. മറ്റക്കൊമ്പന ജ്വല്ലറി, PP റോഡ്, ഈരാറ്റുപേട്ട.